ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് കടയിൽ ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് പഠിക്കാം. ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. അപ്പൊ ഇന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സെന്റൻസുകൾ പഠിക്കാം അല്ലെ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാനും അതേപോലെ തന്നെ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് ഡേ 5 ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ 1ഉം 2ഉം 3ഉം 4 ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് കാണണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ദിവസവും അത് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് അല്ലെ. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ അല്ലെ. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് ദിവസമായില്ലേ, വീട്ടിലൊക്കെ ഇരുന്ന് വീട്ടിൽ മാത്രം ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അല്ലെ. ഇനി നമുക്ക് എന്താ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയാലോ അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് അല്ലെ. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്, നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ. അപ്പൊ എന്താ പറയേണ്ടത്? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു അല്ലെ. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് അല്ലെ. എന്താണ്, ഷോപ്പിങ്ങിന് പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മാത്രം മതിയോ? അല്ല, അതിനൊരു ഷോപ്പിംഗ് ബാഗ് കൂടി കൊണ്ടുപോകണം അല്ലെ. ചിലർ കൊണ്ടുപോകും, കൊണ്ടുപോകാതിരിക്കും. എന്തായാലും നമുക്ക് എന്തായാലും ഷോപ്പിംഗ് ബാഗ് ഒക്കെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ എന്താണ്, ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ്, എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം അല്ലെ. എവിടെയെങ്കിലും ഉണ്ടോ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കൂ അല്ലെ, നമ്മൾ എവിടെയാണ് ഷോപ്പിംഗ് ബാഗ് ഉള്ളത് വെച്ചാൽ അതെടുക്കും അല്ലെ. അപ്പൊ എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം എന്നുള്ളതിന് എന്താ പറയാ? ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് അല്ലെ. അപ്പൊ എന്താണ്, ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് അല്ലെ. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ്, എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം. ഇനി നമ്മൾ ചോദിക്കും അല്ലെ, വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ്? സൂപ്പർ മാർക്കറ്റ് എവിടെയുള്ളത് ചോദിക്കാറില്ലേ? എവിടെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്? അതിനെന്താ ചോദിക്കാം? വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ് അല്ലെ. എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്? എന്താ ചോദിക്കുക? വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ് അല്ലെ. സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് ഉള്ളത്? ഓക്കെ, എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം അല്ലെ. ഷോപ്പിംഗ് മാർക്കറ്റിൽ എന്തിനാ നമ്മൾ പോണത്? എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അതിനെന്താ പറയാ? ഐ നീഡ് സം വെജിറ്റബിൾസ്. എന്താ പറയേണ്ടത്? ഐ നീഡ് സം വെജിറ്റബിൾസ് അല്ലെ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം, എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. പിന്നെന്താണ്, വെറും പച്ചക്കറികൾ മാത്രം മതിയോ? പോരാ അല്ലെ. പിന്നെന്താണ്, ഐ നീഡ് സം ഫ്രൂട്ട്സ് അല്ലെ. കുറച്ച് പഴങ്ങളും വാങ്ങണം അല്ലെ. ഐ നീഡ് സം ഫ്രൂട്ട്സ്, എനിക്ക് കുറച്ച് പഴങ്ങൾ കൂടി വേണം. അപ്പൊ എന്തൊക്കെ വേണം? വെജിറ്റബിൾസ് വേണം എന്ന് പറഞ്ഞു, പിന്നെന്താണ്, പഴങ്ങൾ വേണം എന്നും പറഞ്ഞു അല്ലെ. അപ്പൊ വെജിറ്റബിൾസ് വേണം അല്ലെങ്കിൽ പച്ചക്കറികൾ വേണം എന്നുള്ളതിന് എന്താ പറയാ? ഐ നീഡ് സം വെജിറ്റബിൾസ്. ഇനി പഴങ്ങൾ വേണം എന്നുള്ളതിനോ? ഐ നീഡ് സം ഫ്രൂട്ട്സ് അല്ലെ. എനിക്ക് കുറച്ച് പഴങ്ങൾ കൂടി വേണം. ഇനി അടുത്തതായിട്ട് ഹൗ മച്ച് ഈസ് ദിസ്? ഇതിന് എത്ര വില? നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താണ്, എല്ലാ പച്ചക്കറികളും ഇങ്ങനെ നോക്കും. നോക്കി കഴിഞ്ഞിട്ട് എന്താണ്, ഇതിന് എത്ര വില, ഇതിനെന്താ വില, ഇതിനെന്താ വില എന്ന് ചോദിക്കില്ലേ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക? ഹൗ മച്ച് ഈസ് ദിസ് അല്ലെ. ഇതിന് എത്രയാണ് വില എന്നുള്ളത്. ഓക്കെ, ഇനി വിലയൊക്കെ പറഞ്ഞു കേട്ടാലോ നമ്മൾ പറയും എന്താണ്? ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അല്ലെ. ഭയങ്കര വില കേട്ടോ. വില ചോദിക്കും, എന്നിട്ട് എന്താണ്? ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, അത് അവിടെ തന്നെ വെക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ വാങ്ങും, ചിലപ്പോൾ അത് വാങ്ങില്ല. എന്താണ്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെക്കും. പിന്നെ അടുത്ത് എടുത്ത് നോക്കും, എന്നിട്ട് എന്ത് ചോദിക്കും നമ്മള്? ഹൗ മച്ച് ഈസ് ദിസ് അല്ലെ. ഇതിന് എത്രയാ വില? അപ്പോ വില പറയുമ്പോ എന്താണ്, വീണ്ടും നമ്മൾ ചിലപ്പോൾ പറയും എന്താണ്, ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അല്ലെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെക്കും. അപ്പൊ ഇതാണ് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യം അല്ലെ. എല്ലാവരെയും അല്ല കേട്ടോ പറഞ്ഞത്. ചിലരൊക്കെ എന്താണ്, ഇപ്പൊ ഞാനായാലും പോകുമ്പോ എന്താണ്, ഇതിനെന്താ വില, ഇതിനെന്താ വില, ഇതിനെന്താ വില ചോദിക്കും. പിന്നെന്താണ്, നമുക്ക് കുറച്ച് വില കൂടുതലാണ് തോന്നുന്നത്, അത് അവിടെ തന്നെ അതേപോലെ വെക്കും അല്ലെ. അപ്പൊ ഇതിനെന്താ വില എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് ഈസ് ദിസ് അല്ലെ. ഹൗ മച്ച് ഈസ് ദിസ്, ഇതിന് എത്രയാണ് വില. ഇനി വില കൂടുതലാണെന്നുള്ളതിന് എന്താ പറയാ? ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അല്ലെ. ഇത് ഭയങ്കര വിലയാട്ടോ, ഇത് കൊള്ള വിലയാട്ടോ അല്ലെ. ഇതൊന്നും വാങ്ങാൻ പറ്റില്ല. എന്താണ്, ചിലപ്പോ അപ്പുറത്തെ കടയിൽ ഇതിനേക്കാളും വില കുറവുണ്ടായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ പോവുക അല്ലെ. അപ്പൊ എന്താണ്, ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അല്ലെ, ഇതിന് വില കൂടുതലാണ് എന്ന് പറയും. ഇനി അടുത്തതായിട്ട് ഡു യു ഹാവ് എ സ്മോളർ സൈസ് അല്ലെ. നമ്മൾ ചിലപ്പോ വലിയ പംകിനൊക്കെ എടുത്തിട്ട് നോക്കണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് എന്താണ്, ഇത് വലിയതാണ് അല്ലെ. അപ്പൊ എന്താണ്, ഡു യു ഹാവ് എ സ്മോളർ സൈസ്, ഇതിന് ചെറുതുണ്ടോ? ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോ ഒരു കുക്കുംബർ ഒക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയാം എന്താണ്, ഇറ്റ്സ് വെരി ബിഗ് അല്ലെ. ഡു യു ഹാവ് എ സ്മോളർ സൈസ്, ഇതിന്റെ ചെറുതുണ്ടോ എന്ന് ചോദിക്കും അല്ലെ. അത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണ് അല്ലെ. ഒരു വലുതെടുത്ത് നോക്കും, എന്നിട്ട് എന്താണ്, ഇതിന്റെ ചെറുതുണ്ടോ, ഇത്ര ഒന്നും വേണ്ട അല്ലെ. എന്താണ്, ഇതിന്റെ ചെറുതുണ്ടോ? അപ്പൊ എങ്ങനെയാ അതിന് ചോദിക്കുക? ഇതിന്റെ ചെറുതുണ്ട്, ചെറിയ സൈസ് ഉണ്ടോ എന്നുള്ളതിന് ഡു യു ഹാവ് എ സ്മോളർ സൈസ് അല്ലെ. ഇതിന്റെ ചെറുതുണ്ടോ എന്നുള്ളത്. അപ്പൊ ഓർത്ത് വെക്കണേ, എന്താണ് അതിന്റെ ചെറുതുണ്ടോ എന്നുള്ളതിന് ചോദിക്കുക? ഡു യു ഹാവ് എ സ്മോളർ സൈസ്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് ക്യാൻ ഐ സീ ദിസ് വൺ?
ഞാൻ ഇതൊന്ന് നോക്കട്ടെ അല്ലെ, ഞാൻ ഇതൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് കാണട്ടെ അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ പച്ചക്കറി കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ്, എല്ലാം അതൊന്ന് കാണണം അല്ലെ. അപ്പൊ എന്താണ്, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയില്ലേ. ക്യാൻ ഐ സീ ദിസ് അല്ലെ, ഞാനൊന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, അതിനെന്താ പറയാ, ക്യാൻ ഐ സീ ദിസ് അല്ലെ. അപ്പോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ സ്വഭാവം മാറില്ലേ, എന്താണ്, ചിലപ്പോൾ അത് ചീത്തയാണെന്ന് പറയും, അല്ലെങ്കിൽ കുറെ എക്സ്പെൻസീവ് ആണെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. എന്തായാലും എന്താണ്, ഞാനതൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് വാങ്ങാം അല്ലെ. ക്യാൻ ഐ സീ ദിസ്, ഞാനതൊന്ന് നോക്കട്ടെ. ഇനി ഐ വിൽ ടേക്ക് ദിസ്, ഞാൻ ഇതെടുക്കാം അല്ലെ, ഞാൻ ഇതെടുക്കാട്ടോ. എങ്ങനെ, എന്താണ്, ഞാൻ ഇതെടുക്കാം എന്നുള്ളതിന് എന്താ പറയാണ്, എന്താ പറയാ, ഐ വിൽ ടേക്ക് ദിസ് അല്ലെ, ഞാൻ ഇതെടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ഐ വിൽ ടേക്ക് ദാറ്റ്, ഞാൻ അതെടുക്കാം അല്ലെ, ഞാൻ അതെടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ഐ വിൽ ടേക്ക് ദിസ്, ഞാൻ ഇതെടുക്കാം, ഇതെടുക്കാം അല്ലെങ്കിൽ അതെടുക്കാം എന്നൊക്കെ പറയും അല്ലെ. ഐ വിൽ ടേക്ക് ദിസ്, ഞാൻ ഇതൊരെണ്ണം എടുക്കാട്ടോ. അല്ലെങ്കിൽ എന്താണ്, ഐ വിൽ ടേക്ക് ദാറ്റ്, ഞാൻ അത് എടുക്കാം അല്ലെ. അപ്പൊ എന്താണ്, ഞാൻ ഇതെടുക്കാം എന്നുള്ളതിന് എന്താ പറയാ, ഐ വിൽ ടേക്ക് ദിസ് അല്ലെ, ഞാൻ ഇതെടുക്കാം. ഓക്കെ അല്ലെ. ഇനി ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട കേട്ടോ. എന്താണ്, ചിലപ്പോ കുറച്ച് ചീഞ്ഞതൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും, ആ ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട അല്ലെ. നമ്മൾ എന്താ പറയാ, ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട കേട്ടോ. എങ്ങനെ പറയപ്പോ, ഐ ഡോണ്ട് നീഡ് ദിസ് അല്ലെ, എനിക്കിത് വേണ്ട എന്ന് പറയാം. അപ്പൊ എന്താണ് എനിക്കിത് വേണ്ട എന്നുള്ളതിന്, ഐ ഡോണ്ട് നീഡ് ദിസ് അല്ലെ, എനിക്കിത് ആവശ്യമില്ല അല്ലെ, എനിക്കിത് ആവശ്യമില്ല. ഇനി ക്യാൻ യു ഹെൽപ്പ് മീ, എന്താണ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ അല്ലെ. ക്യാൻ യു ഹെൽപ്പ് മീ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഇതൊന്ന് എടുത്തു വെക്കാനായിട്ട് അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മള്. അപ്പൊ എന്താണ്, ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കോ. ഈ ഒരു സെന്റൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മ ഉണ്ടാവണം കേട്ടോ. എന്താണ്, ക്യാൻ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കോ അല്ലെ. അപ്പൊ എന്തായിരുന്നത്, ക്യാൻ യു ഹെൽപ്പ് മീ. ഇനി അടുത്തതായിട്ട്, വേർ ഇസ് ദ മിൽക്ക്, പാൽ എവിടെയുള്ളത് അല്ലെ, പാൽ എവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന നമ്മൾ കുറെ സെർച്ച് ചെയ്ത് നോക്കില്ലേ. അപ്പൊ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കും, എന്താണ്, വേർ ഇസ് ദ മിൽക്ക് അല്ലെ, മിൽക്ക് എവിടെയാ വെച്ചിട്ടുള്ളത് ചോദിക്കാറില്ലേ. വേർ ഇസ് ദ മിൽക്ക്, മിൽക്ക് എവിടെയാണ്. അതേപോലെ തന്നെ എന്താണ്, വേർ ഇസ് ദ റൈസ്, അരി എവിടെയുള്ളത് അല്ലെ, അരി എവിടെ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അരി എവിടെയാണ്. വേർ ഇസ് ദ മിൽക്ക്, മിൽക്ക് എവിടെയാണ്. അതേപോലെ തന്നെ എന്താണ്, വേർ ഇസ് ദ റൈസ്, അരി എവിടെയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ അല്ലെ, ഇപ്പൊ ചായപ്പൊടി എവിടെയാണെന്നുള്ളത് എന്നെന്താ ചോദിക്കുക, വേർ ഇസ് ദ ടീ പൗഡർ അല്ലെ, ടീ പൗഡർ എവിടെയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയാണെന്നുള്ളതിന് ചോദിക്കുക എന്താണ്, വേർ ഇസ് ദ, എന്ത് സാധനമാണോ അത് അല്ലെ. അപ്പോ അത് എവിടെയാണെന്നുള്ളത്. അപ്പൊ വേർ ഇസ് ദ മിൽക്ക്, പാൽ എവിടെയാണ് അല്ലെ, പാൽ എവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ്, വേർ ഇസ് ദ റൈസ്, ചോറല്ല കേട്ടോ, വേർ ഇസ് ദ റൈസ് അല്ലെ, എന്താണ്, അരി എവിടെ വെച്ചിട്ടുള്ളത് അല്ലെ, നമ്മൾ ചോദിക്കാറില്ലേ. ഓക്കെ, ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊക്കെ ചോദിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അരിയൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചു അല്ലെ. ഇനി എന്താണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പ്ലീസ് ഗീവ് മീ 1 കിലോഗ്രാം അല്ലെ. ഇതൊരു 1 കിലോ തരൂ കേട്ടോ. എന്താ പറയാ, ഇതൊരു 1 കിലോ എടുക്ക് നമുക്ക് പറയല്ലേ നമ്മള്. ഇത് 1 കിലോ വേണം എനിക്ക്. അപ്പൊ അതിനെന്താ പറയാ, പ്ലീസ് ഗീവ് മീ 1 കിലോഗ്രാം അല്ലെ, ഇതെനിക്ക് 1 കിലോഗ്രാം തരൂ, 1 കിലോ എനിക്ക് തരൂ എന്നുള്ളത് അല്ലെ. അപ്പൊ ഏതൊരു സാധനമാണെങ്കിലും എന്താണ്, പ്ലീസ് ഗീവ് മീ 1 കിലോഗ്രാം അല്ലെ, എന്താണ്, എനിക്ക് 1 കിലോഗ്രാം തരൂ എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട്, ഡു യു അക്സെപ്റ്റ് UPI, നിങ്ങൾ UPI സ്വീകരിക്കൂ അല്ലെ. നമ്മൾ ചിലപ്പോ ക്യാഷ് ആയിട്ടൊന്നും ആയിരിക്കില്ല പേ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കും എന്താണ്, പിന്നെ ഡു യു അക്സെപ്റ്റ് UPI അല്ലെ, നിങ്ങൾ UPI സ്വീകരിക്കുമോ അല്ലെ. ഡു യു അക്സെപ്റ്റ് UPI അല്ലെ, നിങ്ങൾ UPI സ്വീകരിക്കുമോ. പിന്നെന്താണ്, ഐ വിൽ പേ ബൈ കാർഡ് അല്ലെ, ഞാൻ കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാട്ടോ. എന്താണ്, ഞാൻ ഐ വിൽ പേ ബൈ കാർഡ് അല്ലെ, ഞാൻ കാർഡ് ഉപയോഗിച്ചാണ് പണം അയക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പണം അടയ്ക്കുന്നത്, ഐ വിൽ പേ ബൈ കാർഡ് അല്ലെ, കാർഡ് യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ പണം തരുന്നത് അല്ലെ. ഐ വിൽ പേ ബൈ കാർഡ്, ഞാൻ കാർഡ് ഉപയോഗിച്ച് പണം തരാം എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചോദിച്ചത്, ഡു യു അക്സെപ്റ്റ് UPI അല്ലെ, എന്താണ്, നിങ്ങൾ UPI സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെന്താണ്, ഐ വിൽ പേ ബൈ കാർഡ് അല്ലെ, ഞാൻ കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഹിയർ ഇസ് ദ മണി അല്ലെ, ഇതാട്ടോ പൈസ, ഇതാട്ടോ അല്ലെ. നമ്മളെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് എന്താണ്, ഹിയർ ഇസ് ദ മണി അല്ലെ, ഇതാട്ടോ പൈസ, ഇതാ പിടിച്ചോളൂ അല്ലെ നമുക്ക് പറയില്ലേ നമ്മൾ, ഹിയർ ഇസ് ദ മണി, ഇതാട്ടോ പൈസ, അങ്ങനെയല്ലേ നമ്മൾ പറയും അല്ലെ. അപ്പൊ എന്താണ്, ഇതാ പൈസ ഇതാ എന്നുള്ളതിന് എന്ത് പറയും, ഹിയർ ഇസ് ദ മണി അല്ലെ, ഇതാട്ടോ പൈസ എന്ന് പറയില്ലേ. അപ്പോ കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ, എന്ത്, കാർഡ് ഉപയോഗിക്കുമ്പോ എന്ത് പറയണം, നമ്മൾ പൈസ ആയിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് പറയണം, ഇനി UPI ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചോദിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അതേപോലെ തന്നെ എന്താണ്, പൈസയും കൊടുത്തു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം, പ്ലീസ് ഗീവ് മീ ദ ബിൽ, ആ ബില്ല് തരൂ കേട്ടോ, ബില്ല് വേണം എനിക്ക് അല്ലെ. പ്ലീസ് ഗീവ് മീ ദ ബിൽ അല്ലെ, ആ ബില്ലൊന്ന് തരൂ എന്ന് പറയും അല്ലെ.
ബില്ല് ഓട്ടോമാറ്റിക് തരും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെ, എന്നാലും അവർ ഓർമ്മിച്ച് തരും. ഇനി ഇൻ കേസ് അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? അവരടുത്ത് ചോദിക്കാം, പ്ലീസ് ഗീവ് മീ ദ ബിൽ അല്ലെ, ആ ബില്ലൊന്ന് തരൂട്ടോ അല്ലെ. ഓക്കെ, അപ്പൊ ബില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ബില്ലൊക്കെ കിട്ടിക്കഴിയുമ്പോ എന്താണ് നമ്മൾ പറയാ? എന്താണ്? താങ്ക് യു എന്ന് പറയില്ലേ. അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, താങ്ക് യു എന്ന് പറയുമ്പോ നന്ദിയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് റിപ്ലൈ ചെയ്യാം? യു ആർ വെൽക്കം അല്ലെ, സ്വാഗതം എന്നുള്ളതാണ് പറയേണ്ടത് അല്ലെ. താങ്ക് യു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് റിപ്ലൈ ആയിട്ട് പറയാം എന്താണ്? യു ആർ വെൽക്കം അല്ലെ. യു ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഗതം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നന്ദി എന്നുള്ളതാണ്. യു ആർ വെൽക്കം എന്ന് പറഞ്ഞാലോ സ്വാഗതം എന്നുള്ളതാണ് കേട്ടോ. താങ്ക് യു പറയുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യാറുണ്ടതാണ് യു ആർ വെൽക്കം എന്നുള്ളത് കേട്ടോ. ഇനിയോ ഹാവ് എ നൈസ് ഡേ അല്ലെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ട് തോന്നുന്നു അല്ലെ. ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നുള്ളതിന് പറയാം ഹാവ് എ നൈസ് ഡേ അല്ലെ. അപ്പോ നമ്മൾ യൂസ് ചെയ്ത നമ്മൾ ഓൾറെഡി പറഞ്ഞ വാക്കുകളാണെങ്കിലും ഓരോ ദിവസം അതിൽ ഓരോന്നെങ്കിലും ഓരോ സെന്റൻസ് ആയിട്ട് ഒന്നല്ലെങ്കിൽ 3-4 സെന്റൻസ് ആയിട്ട് വരുമ്പോ അതെന്താണ് നമുക്ക് പെട്ടെന്നത് മൈൻഡിലേക്ക് വരുന്നുണ്ടാവും അല്ലെ. പിന്നെന്താണ് അത് നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്ന് ഇത് ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് ഇതാണ് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നുള്ളതിന് എന്ത് പറയും? ഹാവ് എ നൈസ് ഡേ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് എന്ത് പറയാം? സീ യു അഗെയിൻ, വീണ്ടും കാണാട്ടോ അല്ലെ, വീണ്ടും വരാട്ടോ, അല്ലെങ്കിൽ വീണ്ടും കാണാട്ടോ എന്ന് പറയില്ലേ. എന്താണ്? സീ യു അഗെയിൻ, വീണ്ടും കാണാം അല്ലെ. എന്താ വീണ്ടും കാണാം എന്നുള്ളത് പറയാം സീ യു അഗെയിൻ. എന്താണ്? സീ യു അഗെയിൻ അല്ലെ, വീണ്ടും കാണാം എന്നുള്ളത്. ഇനി ചില സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാവേലി സ്റ്റോറിലൊക്കെ എന്താണ് പിന്നെ ദ ക്യൂ ഈസ് ലോങ് അല്ലെ, ഇത് നീളമുള്ള വരിയാണല്ലേ. നമ്മളവിടെ ചെന്ന് സാധനങ്ങൾക്ക് വാങ്ങാൻ പോകുമ്പോ എന്താണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങേ അറ്റത്തൊക്കെ ആയിരിക്കും വരിയുടെ എൻഡ് കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ ക്യൂ ഈസ് ലോങ് അല്ലെ, ദ ക്യൂ ഈസ് ലോങ് അല്ലെ, എന്ത് നീളമുള്ള വരിയാണല്ലേ, എത്ര വരിയാണ് നിൽക്കുന്നത്. ഇത്രയും നേരം വരി നിന്നിട്ടൊന്നും എനിക്ക് സാധനങ്ങളൊന്നും വേണ്ടേ, ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിൽ പോവാന്നൊക്കെ പറയൂല്ലേ. എന്താണ്? രാവിലെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആയാലും നമുക്ക് സാധനം കിട്ടിക്കോണമെന്നില്ല അല്ലെ. അപ്പൊ എന്താണ്? എന്ത് വലിയ വരിയാണിത് എന്നുള്ളതിനെ എങ്ങനെ പറയാം? ദ ക്യൂ ഈസ് ലോങ് അല്ലെ, ദ ക്യൂ ഈസ് ലോങ്, നീളമുള്ള വരിയാണ് അല്ലെ. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് എന്താണ്? വീട്ടിൽ പോകാം അല്ലെ, നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ളതിന് എന്ത് പറയും? ലെറ്റ്സ് ഗോ ഹോം എന്നുള്ളത് അല്ലെ. ലെറ്റ്സ് ഗോ ഹോം എന്ന് പറഞ്ഞാല് നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ചും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഓരോ സാധനങ്ങൾക്ക് നമ്മളെ എങ്ങനെയാണ് അത് ചോദിക്കുക, എങ്ങനെയാണ് അവിടെ പിന്നെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഇത് പറഞ്ഞു നോക്കാനായിട്ട്? ഇനി നമുക്ക് പ്രാക്ടീസ് ടൈം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി പ്രാക്ടീസ് ടൈമാണ്. ഞാൻ ഓരോ സെന്റൻസും പറയും, അപ്പോ അതിന്റെ മലയാളവും പറയും. നിങ്ങൾ എന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോ നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞു അല്ലെ. അതിനെന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. എന്താ പറഞ്ഞത്? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് അല്ലെ. അപ്പോ ഷോപ്പിങ്ങിന് ഇനി നമുക്ക് പോകാം എന്നുള്ളതിന് ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ആണ് അല്ലെ. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇനി നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞത്? ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് അല്ലെ, എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം. എന്താണ് അതിന് പറയാ? ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് അല്ലെ, എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? വേർ ഇസ് ദി സൂപ്പർ മാർക്കറ്റ് അല്ലെ, സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് എന്നുള്ളത് ചോദിച്ചിരുന്നു അല്ലെ. വേർ ഇസ് ദി സൂപ്പർ മാർക്കറ്റ്, എവിടെയാണ് സൂപ്പർ മാർക്കറ്റ്. പിന്നെന്താണ്? ഐ നീഡ് സം ഫ്രൂട്ട്സ് അല്ലെ, എനിക്ക് കുറച്ച് പഴങ്ങൾ വേണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഐ നീഡ് സം ഫ്രൂട്ട്സ്, എനിക്ക് കുറച്ച് പഴങ്ങൾ വേണം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഐ നീഡ് സം വെജിറ്റബിൾസ് അല്ലെ, എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ഐ നീഡ് സം ഫ്രൂട്ട്സ് അല്ലെ, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അതുപോലെ തന്നെ എന്താണ്? ഐ നീഡ് സം വെജിറ്റബിൾസ് അല്ലെ, എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇനി എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് വേണം എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഐ നീഡ് സം എന്ന് ഉപയോഗിച്ചിട്ട് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് എന്തായിരുന്നു പറഞ്ഞത്? ഹൗ മച്ച് ഈസ് ദിസ് അല്ലെ, ഇതിനെന്താ വില? ഇതിനെന്താണ് വില എന്ന് ചോദിച്ചിരുന്നു അല്ലെ. ഹൗ മച്ച് ഈസ് ദിസ്, ഇതിനെന്താണ് വില? ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, ഇതിന് വളരെ വില കൂടുതലാണ് അല്ലെ. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, ഇതിന് വില കൂടുതലാണ് എന്ന് പറഞ്ഞു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡു യു ഹാവ് എ സ്മോളർ സൈസ് അല്ലെ. അടുത്ത് എന്താ പറഞ്ഞത്? ഡു യു ഹാവ് എ സ്മോളർ സൈസ് അല്ലെ, ഇതിന് ചെറിയ പീസ് ഉണ്ടോ അല്ലെ, ഇതിന് ചെറുതുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു ഹാവ് എ സ്മോളർ സൈസ് അല്ലെ. ഇനിയോ
ഐ വിൽ ടേക്ക് ദിസ്, ഞാൻ ഇത് എടുക്കാം അല്ലെ. എന്താണ് ഐ വിൽ ടേക്ക് ദിസ് എന്നുള്ള പറഞ്ഞാൽ എന്താണ്, ഞാനിത് എടുക്കാം അല്ലെ. ഐ വിൽ ടേക്ക് ദിസ്. ഓക്കെ. ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട കേട്ടോ. എന്താ പറയാണ്, ഐ ഡോണ്ട് നീഡ് ദിസ് അല്ലെ. ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു അല്ലെ. ഇനി ക്യാൻ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കോ, എന്താ പറഞ്ഞത്, ക്യാൻ യു ഹെൽപ്പ് മീ അല്ലെ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. പ്ലീസ് ഗീവ് മീ 1 കിലോഗ്രാം അല്ലെ. ഇത് 1 കിലോ തരൂ കേട്ടോ. പ്ലീസ് ഗീവ് മീ 1 കിലോഗ്രാം, ഇത് 1 കിലോ തരൂ എന്ന് പറഞ്ഞു അല്ലെ. ഇനി എന്താണ്, ഐ വിൽ പേ ബൈ കാർഡ് അല്ലെ, ഞാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പൈസ തരുന്നത് അല്ലെ. ഐ വിൽ പേ ബൈ കാർഡ്, ഞാൻ കാർഡ് ഉപയോഗിച്ച് പണം തരാം. ഹിയർ ഇസ് ദ മണി, ഇതാട്ടോ പണം, ഇതാ അല്ലെ, ഇതാട്ടോ പൈസ. ഹിയർ ഇസ് ദ മണി അല്ലെ. ഇനി വേർ ഇസ് ദ മിൽക്ക്, മിൽക്ക് എവിടെയുള്ളത്, വേർ ഇസ് ദ മിൽക്ക് അല്ലെ. എന്താണ്, മിൽക്ക് എവിടെയാണുള്ളത്, പാൽ എവിടെയുള്ളത്. വേർ ഇസ് ദ റൈസ് അല്ലെ, അരി എവിടെയുള്ളത്. വേർ ഇസ് ദ റൈസ്, അരി എവിടെയുള്ളത്, ഇതൊക്കെ ചോദിച്ചില്ലേ. വേർ ഇസ് ദ മിൽക്ക്, വേർ ഇസ് ദ റൈസ് അല്ലെ. അടുത്തത് ഡു യു അക്സെപ്റ്റ് യു പി ഐ അല്ലെ, നിങ്ങൾ യു പി ഐ സ്വീകരിക്കുമോ. ഡു യു അക്സെപ്റ്റ് യു പി ഐ അല്ലെ, നിങ്ങൾ യു പി ഐ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്തതായിട്ട് എന്താണ്, പ്ലീസ് ഗീവ് മീ ദ ബില്ല്, ബില്ല് തരൂ കേട്ടോ. എന്താണ് പറഞ്ഞത്, പ്ലീസ് ഗീവ് മീ ദ ബില്ല് തരൂ. പിന്നെന്താണ്, താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു അല്ലെ. താങ്ക് യു പറഞ്ഞു. പിന്നെന്താണ്, യു ആർ വെൽക്കം, സ്വാഗതം എന്ന് പറഞ്ഞു. ഹാവ് എ നൈസ് ഡേ അല്ലെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലെ. ഹാവ് എ നൈസ് ഡേ. പിന്നെന്താണ്, സി യു അഗൈൻ, വീണ്ടും കാണാട്ടോ അല്ലെ. സി യു അഗൈൻ അല്ലെ, വീണ്ടും കാണാം. പിന്നെയോ, ദ ക്യൂ ഈസ് ലോങ് അല്ലെ, എന്ത് നീളമുള്ള വരി അല്ലെ, എത്ര നീളാണ് ഈ വരിക്ക്. ദ ക്യൂ ഈസ് ലോങ് അല്ലെ, ദ ക്യൂ ഈസ് ലോങ്. ഇനി എന്താ പിന്നെ പറഞ്ഞേ, ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോപ്പിംഗ് ഇംഗ്ലീഷ് സെന്റൻസസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഇംഗ്ലീഷ് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എന്താണ്, അത് ഷോപ്പുകളിൽ പോകുമ്പോൾ അത് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്കത് ചോദിക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു സ്മോൾ ചലഞ്ച് തരികയാണ്. അപ്പൊ നമ്മളൊരു 10-25 സെന്റൻസുകളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു 3 സെന്റൻസ് ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള സെന്റൻസുകൾ ഏതായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഡേ 5 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഡേ 5-ലെ ഈ 25 സെന്റൻസും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അങ്ങനെ ഓരോ ഡേയും വരുമ്പോ എന്താണ്, അത് അപ്പൊ തന്നെ അത് എഴുതി വെച്ചിട്ടോ അല്ലെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ നമ്മളത് പിന്നെ മൈൻഡിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഓരോ സീരീസ് ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിൽ നിലനിർത്തണ്ടേ. അപ്പൊ എന്താണ്, ഡെയിലി നമ്മളത് ജസ്റ്റ് ഒരു തവണ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് മൈൻഡിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ദിവസത്തേക്ക് നമുക്ക് എന്താണ് വേറൊരു അതായത് ടെലിഫോൺ കോൺവെർസേഷൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അടുത്തൊരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.